സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. വിവാദ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതെല്ലാം അസ്ഥാനത്താവുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ. ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ, പ്രത്യേകിച്ചും LDF-നോടും UDF-നോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിംഗിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി UDF-നെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ UDF കാണിക്കുന്ന വഞ്ചന, LDF-ന്റെ തെറ്റായ സമീപനം, ഈ സമീപനത്തിൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയിൽ ഇരു മുന്നണികളും കണക്കാക്കുകയാണ്. ഇപ്പോ മുനമ്പം വിഷയത്തിൽ തന്നെ പലയിടങ്ങളിലും മുസ്ലിം ദേവാലയങ്ങളോടനുബന്ധിച്ചും സ്ഥാപനങ്ങളോടനുബന്ധിച്ചുമുള്ള സ്ഥലങ്ങൾ വഖഫിന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അവിടെയൊന്നും നോട്ടീസ് പോകുന്നില്ല. കേരളത്തിലെ ഒരു മുനിസിപ്പൽ ചെയർമാൻ വഖഫിന്റെ ഭൂമി കയ്യേറി എന്നുള്ള നിലയിൽ 2016 മുതൽ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിട്ടും ആ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന ഒരു CPM നേതാവ്, ഞാൻ വിശദാംശങ്ങൾ തരാം, അദ്ദേഹത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നോട്ടീസ് വഖഫ് ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല. അതേസമയം ക്രൈസ്തവ സമൂഹത്തിലെയോ ഭൂരിപക്ഷ സമുദായത്തിലെയോ ആളുകളുടെ പേരുകളിൽ വന്നിട്ടുള്ള വഖഫ് ഇടപെടലുകളിലെല്ലാം ദ്രുതഗതിയിൽ സർക്കാർ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കും. പലയിടത്തും പുതുതായി വഖഫിന്റെ അധിനിവേശം നോട്ടീസുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ LDF-ഉം UDF-ഉം ഒരു ന്യൂനപക്ഷത്തെ മാത്രം പരിഗണിക്കുകയും മറ്റൊരു ന്യൂനപക്ഷത്തെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാ വിഷയങ്ങളിലും ഇത് സാർവത്രികമാണ്. സംവരണ വിഷയത്തിൽ 80-20 അനുപാതമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ക്രിസ്ത്യാനികൾക്ക് വെറും 20% മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ജനസംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ശതമാനം അവർ കിട്ടുന്നില്ല. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോഴും ന്യൂനപക്ഷ സമുദായത്തെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു സമീപനമാണ് UDF-ഉം LDF-ഉം എടുക്കുന്നത്. ഒരു രണ്ടാനമ്മയുടെ മക്കളാണ് ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയിലാണ് LDF പരിഗണിക്കുന്നത്, UDF-ഉം പരിഗണിക്കുന്നത്. വ്യാപകമായ അസംതൃപ്തി ഇത് വോട്ടർമാരിൽ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ചേലക്കരയിലും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ചെറിയൊരു ശതമാനം പോളിംഗിന്റെ കുറവ് വന്നത് ക്രൈസ്തവ കേന്ദ്രങ്ങളിലാണ് എന്നുള്ളത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദൂരവ്യാപകമായിട്ടുള്ള പ്രതിഫലനങ്ങൾ ഉളവാക്കുന്ന ഒരു പോളിംഗ് ആണ്, ഒരു തെരഞ്ഞെടുപ്പാണ്. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം വ്യാപകമായ തോതിലുള്ള സാമുദായിക ധ്രുവീകരണത്തിൽ വർഗീയ ശക്തികളെ ഇറക്കി UDF-ഉം LDF-ഉം പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്.
പലയിടങ്ങളിലും UDF നേതാക്കൾ ചെന്ന് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, കള്ളപ്രചാര വേലകൾ നടത്തിക്കൊണ്ടിരിക്കുക. പതിവ് പോലെ വർഗീയ രാഷ്ട്രീയം കളിക്കാനാണ് UDF പരിശ്രമിക്കുന്നത്. LDF അതിന് അരുനിൽക്കുകയാണ്. കള്ളപ്രചരണങ്ങൾ വ്യാപകമായി തെരഞ്ഞെടുപ്പിൽ LDFും UDFും ഈ പാലക്കാട് പ്രയോഗിക്കുകയാണ്. വ്യാപകമായ തോതിൽ അധികാരവും പണവും ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് UDFും LDFും നടത്തുന്നത്. പുറമേക്ക് പരസ്പരം മത്സരിക്കുകയാണെങ്കിലും അകത്ത് രഹസ്യ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് UDFും LDFും പ്രവർത്തിക്കുന്നത്. ജനങ്ങൾ നിരാകരിച്ച മുന്നണികളെ അധികാരത്തിൽ തിരിച്ചെത്തിക്കാൻ, വിജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ചട്ടലംഘനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. UDFിന്റെ നേതാക്കന്മാരെല്ലാവരും ആരാധനാലയങ്ങൾ തോറും നടന്ന് വലിയ തോതിലുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. LDF ആവട്ടെ സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത്.